ഇന്ന് റമദാൻ 9 വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ അതേ മഞ്ഞക്ക ഇതാണ് അവസ്ഥ. കുറേയൊക്കെ പോയി, കുറേയൊന്നും പോയിട്ടില്ല. മഞ്ഞ് ഇന്നലെ ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ ഉച്ച സമയമാണ്, കിച്ചണിൽ ഒരുപാട് പടികളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ എന്തൊക്കെ വിഭവങ്ങളാണ്. ആദ്യമേ തന്നെ ബാൽക്കണിയിൽ നിന്നിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഒരു ഭംഗി. പകല് വലിയ തണുപ്പില്ല എന്ന് പറയാൻ പറ്റില്ല, തണുപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല. ജാക്കറ്റൊക്കെ ഇടാണ്ട് കുറച്ച് നേരമൊക്കെ ബാൽക്കണി പോയി നിൽക്കാൻ പറ്റും. കുറച്ച് നേരം കേട്ടോ, ഒരുപാട് നേരമൊന്നും പറ്റില്ല. അപ്പം നമുക്കിനി ഇന്ന് ബീഫാണ് വാങ്ങിയേക്കണത്. ബീഫ് കറി വയ്ക്കണം. ഞാനിന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് കേട്ടോ ബീഫ് കറി റെഡിയാക്കണത്. കാരണം വെച്ചാൽ നോമ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പണി തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പുതിനയില, തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അതേ ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ബീഫും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പക്ഷേ ഞാൻ ബീഫ് ചേർത്തിട്ടുള്ള വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് സംഭവം. നമ്മളങ്ങനെ ഒന്ന് പുറത്തു പോവുകയാണ്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്തുവിനെ സ്കൂളിൽ പോയി വിളിക്കണം. ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. പോവാം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം പാത്തുവിന് ടേബിൾ ടെന്നീസ് ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയി ആ ഒരു ദിവസം മാത്രം പോയി വിളിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വ്യാഴാഴ്ചയാണ് അവളുടെ ആ ഒരു ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ വന്നേക്കണത്. കുറച്ച് ഐറ്റംസ് ഉള്ളൂ വാങ്ങിക്കാനായിട്ട്, അധികം നേരമൊന്നും എടുക്കില്ല. അപ്പോൾ ഇതേ ഫസ്റ്റ് തന്നെ പച്ചമുളകാണ് കേട്ടോ വാങ്ങിക്കണത്. അപ്പോൾ ഇതേ 3-4 ടൈപ്പ് പച്ചമുളക് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു രണ്ടാമതിരിക്കുന്ന മോഡലാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാറ്. പിന്നെ പല വലിപ്പത്തിലുള്ളതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അതേ സ്പ്രിംഗ് ഓണിയൻ വാങ്ങിക്കാനുണ്ടായിരുന്നു. പാത്തുവിന് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇന്നെന്തായാലും ഉണ്ടാക്കൽ നടക്കില്ല, നാളെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് വാങ്ങിക്കണത്. അപ്പോൾ എടുക്കാനാണെങ്കിൽ ഇഷ്ടംമാതിരി സാധനങ്ങളുണ്ട്. പിന്നെ എല്ലാം നമ്മൾ ഈ നോമ്പായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കില്ലല്ലോ. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലുലുവിലൊക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ കിറ്റൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് പാക്ക് ചെയ്യുക, അതൊക്കെ തന്നെ സംഭവം. അപ്പോൾ ഈ ഒരു പച്ചമുളക് നോക്കിക്കേണ്ട അതിൻ്റെ വലിപ്പം. ഇത് പച്ചമുളകൊന്നും അല്ല കേട്ടോ, പച്ചമുളക് ഇത് ഇപ്പുറത്തിരിക്കണതാണ്. ഇത് എന്ത് ടൈപ്പ് മുളകാണെന്ന് അറിയില്ല, എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഗുണ്ടുമുളക് പോലെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കപ്പ വാങ്ങിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് ബീഫ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ തോന്നി കുറച്ച് കപ്പ ബിരിയാണിയും കൂടി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ അങ്ങനെ കപ്പ വാങ്ങിക്കണേ. അധികം ഒന്നും വാങ്ങിക്കണില്ല, ഈ നോമ്പല്ലേ എങ്ങനെ കഴിക്കാനാണ്, എന്നാലും കാണുമ്പോൾ ഒരു കൊതി. അപ്പോൾ അതുകൊണ്ട് ഒരു 2 പീസാണ് ഉണ്ടാവുക വാങ്ങിക്കണുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. പലഹാരങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കി, പക്ഷെ നമുക്ക് പറ്റിയ ഐറ്റംസുകളൊന്നും ഇവിടെ കണ്ടില്ല കേട്ടോ. ഇവിടെ കുറേ സമൂസയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഈ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലെ ഫുള്ളും ഇങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ആയിട്ട് അങ്ങനത്തെ മോഡലാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. കണ്ടില്ലേ, പഞ്ചാബി സമൂസ അങ്ങനെയൊക്കെയാണ് എഴുതിയേക്കണത്. അതൊന്നും നമുക്ക് ആ ടേസ്റ്റ് അത്ര പിടിക്കില്ല. നോമ്പ് തുറക്കാനൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു കേരള സ്റ്റൈൽ സമൂസയൊക്കെ അല്ലേ ഇഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. പിന്നെ അതേ ഇത് പഴത്തിൻ്റെ ഒരു സെക്ഷനാണ്. ഇത് ചെറുപഴമൊന്നും അല്ല കേട്ടോ, പക്ഷെ അതേപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. വേറൊരു ടേസ്റ്റാണ്. മധുരമൊക്കെ ഭയങ്കര കുറവാണ് ആ ഒരു പഴത്തിന്. പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഒരുപാട് കാണുന്നുണ്ട് ഈ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ്. പക്ഷെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. കാരണം വെച്ചാൽ നമുക്ക് പറ്റിയതൊന്നും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ പലഹാരങ്ങൾ. പിന്നെ ഉന്നക്കായൊക്കെ ഉണ്ടായിരുന്നു, അത് മുമ്പ് ഒരു തവണ വാങ്ങിയിട്ടോ, പക്ഷെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല.
അതുകൊണ്ട് വേറെ ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല. പിന്നെ ഒരു ഐറ്റം വാങ്ങിയിട്ടാ, ബോളി. ഈ നമ്മൾ പായസത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കില്ലേ, അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ന് പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാമല്ലോ, അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ പാത്തൂൻ്റെ സ്കൂളിലേക്കാണ് പോണത്. അപ്പോൾ ഇനി പാത്തൂനെ വിളിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഒരുപാട് പണികളുണ്ട്. ഈ നോമ്പാവുമ്പോഴത്തേനും എത്ര നമ്മൾ ഉണ്ടാക്കിയാലും ആ നോമ്പ് തുറക്കണ ഒരു ടൈം ആകുമ്പോൾ ഭയങ്കര ഒരു തിക്കും തിരക്കായിരിക്കുമല്ലോ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് വേണം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. ബീഫ് ഞാൻ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ സമൂസ റെഡിയാക്കണം, പിന്നെ കപ്പ വേവിക്കണം. പണികളാണെങ്കിൽ ഇഷ്ടമാതിരി ഉണ്ട്. പറയാൻ നിന്ന് കഴിഞ്ഞാൽ എണ്ണി ഇങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ ഇതേ നമ്മൾ പാത്തൂൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് സ്കൂൾ, എന്നാലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ. ഇതാണ് കേട്ടോ പാത്തൂൻ്റെ സ്കൂള്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ വന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വ്ളോഗ് ചെയ്തത്. പാത്തുതേ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അവനുണ്ട് പിള്ളേരൊക്കെ ഇപ്പോൾ വിട്ടു തുടങ്ങി. എന്താ ഈ ടേബിൾ ടെന്നീസ് കളിച്ചാ? ഇന്നത്തോട് ഫിനിഷായ ക്ലാസ്? പഠിച്ചു വന്നിട്ട് എനിക്കൊരു ഓറഞ്ച് കളർ ബൗളും കിട്ടി, ഒരു ബോളും കിട്ടി, പിന്നെ ബൗൺസിംഗ് ബോൾ കിട്ടി. എവിടെ നോക്കട്ടെ. അത് ശരി, അപ്പൊ അതൊക്കെ കിട്ടി. ക്ലാസ് ഒന്ന് കഴിഞ്ഞോണ്ടാണോ? സ്പ്രിങ്ങിൽ വേറെ തുടങ്ങും, അടുത്ത ബാച്ച് അല്ലേ? സ്പ്രിങ്ങിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ ഞാൻ ചെയ്യും. ഓഹോ, വേറെ ഏതെങ്കിലും ക്ലാസ് ഉണ്ടോ? ടേബിൾ ടെന്നീസ് അല്ലാതെ ചെസ്സാ? പിന്നെന്തൊന്നാ? പിന്നെ എനിക്കറിയില്ല. പിന്നെ ആഫ്റ്റർ കെയർ അങ്ങനത്തെ. എന്താണ് അത്? ഗ്രൗണ്ട് ആണോ? ഇതല്ല ഗ്രൗണ്ട്, അതാണ് ഗ്രൗണ്ട്. പോകാം. അപ്പോൾ ഇവരുടെ ടേബിൾ ടെന്നീസിൻ്റെ ബാച്ചിൽ നിന്ന് ക്ലാസ് തീർന്നിട്ട്, അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റായിട്ട് അവർക്ക് എന്തൊക്കെയോ കുറച്ച് ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാപ്പിയിലാണ് കേട്ടോ പാത്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയണതാണ് കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ചെന്ന പാടെ തന്നെ ദേ കട്ട്ലേറ്റിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് പായസത്തിൻ്റെ പണിയാണ്ടോ നടക്കണത്. അപ്പോൾ സേമിയ പായസമാണ് ഉണ്ടാക്കണത്, പാലടയല്ല കേട്ടോ. സേമിയ വെച്ചിട്ടുള്ള ഒരു ട്രൈ ആണ് നടക്കണത്. അങ്ങനെ ദേ ബീഫ് ഞാൻ വേവിച്ച് വെച്ചുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബീഫ് കറി അവിടെ ഓൾറെഡി അവിടെ റെഡിയായി വേറെ അവിടെ കുക്കറിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചടപടേന്നാണ് പണികളൊക്കെ സ്പീഡിലാണ് പോണത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടാം. എല്ലാവർക്കും അറിയാമല്ലോ കട്ട്ലേറ്റൊക്കെ എങ്ങനെ ഉണ്ടാക്കണേന്ന്, അതുകൊണ്ട് അതിൻ്റെ വിവരണങ്ങളൊന്നും ഞാൻ പറയണമെന്നില്ല. അപ്പോൾ അതെല്ലാം സെറ്റാക്കി അത് അവിടെ അങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ഭാഗത്താക്കി വയ്ക്കാൻ പോവാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ കപ്പയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് എല്ലാം കൂടി പുഴുങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് വേഗം തന്നെ കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് കപ്പ ബിരിയാണി റെഡിയാക്കാം. ഇപ്പോൾ കപ്പ ബിരിയാണി ഇപ്പോൾ ഉണ്ടാക്കണില്ല, രാത്രിയാണ് കഴിക്കുമ്പോഴാണ്. ഇപ്പോഴത്തേക്ക് എന്തായാലും വേവിച്ചേ വെക്കണുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് പൊറോട്ട റോള് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത്. വെറുതെ ഇതിൻ്റെ മുകളിങ്ങനെ മയോണൈസൊക്കെ പറ്റിയിട്ട് പിന്നെ ബീഫ് ഞാൻ നേരത്തെ ക്രഷ് ചെയ്ത് ഉണ്ടായി. അപ്പോൾ അതും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് സവാള, ക്യാബേജ്, അതൊക്കെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി, വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് ഉണ്ടാക്കണേണ്. ഇത് കട്ട് ചെയ്ത് കൊണ്ടിട്ട് കുറച്ചിട്ടേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. പൊറോട്ട തന്നെ വേണമെന്നില്ല, ചപ്പാത്തി ആയാലും നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പത്തിരി റെഡിയാക്കുന്നുണ്ട്. ബീഫ് കറിക്ക് പത്തിരിയാണോ ഇന്ന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കണത്. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഇവിടെ സെറ്റാക്കി കുഞ്ഞു കുഞ്ഞു കട്ട്ലേറ്റുകളാണ് റെഡിയാക്കി വെച്ചേക്കണത്. എണ്ണം വേണമല്ലോ. അങ്ങനെ സമൂസ ഞാനതേ ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുത്തു. അതിൻ്റെ പുറമെ തന്നെ കട്ട്ലേറ്റ് ഞാൻ കൊച്ചി മോഡലിൽ മുട്ട മുക്കിയാണ്ട് പൊരിക്കണം, ബ്രെഡ് ക്രംസ് ഇടണില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുട്ട പുഴുങ്ങുന്നുണ്ട്. ഇതും ഞങ്ങൾ രാത്രിത്തേക്ക് കഴിക്കാനാണ്. കപ്പ ഇതുവരെയും റെഡി ആയിട്ടില്ല.
അങ്ങനെ പണികളെല്ലാം ഇങ്ങനെ ചടപടേന്നാണ് കേട്ടോ. പിന്നെ ഹസ്ബൻഡും കൂടി കൂടിയ കാരണം പെട്ടെന്ന് തന്നെ പണികളൊക്കെ വേഗത്തിൽ തന്നെ നടന്ന് അങ്ങനെ അതേ എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാംഗോ ജ്യൂസാണ് ഉണ്ടാക്കിയേക്കണത്. ഇവിടുത്തെ മാംഗോയാണ്ടോ എനിക്ക് ജ്യൂസ് അടിച്ചിട്ട് ഇത്തിരി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വറപൊരികളും പിന്നെ അതുപോലെ തന്നെ അതേ നമ്മുടെ ബോളി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കായ്പോള, അപ്പോൾ അതേ പായസവും ഇവിടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വിഭവങ്ങൾ. ഫ്രൂട്ട്സായിട്ട് ഓറഞ്ചും മുന്തിരി ഇതൊക്കെയുണ്ട്. ചായ തിളപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ പറഞ്ഞ് മനുഷ്യൻ്റെ വായിലെ വെള്ളം പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ. അങ്ങനെ മഞ്ഞൊക്കെ കണ്ട് നമുക്ക് ഇന്നും നോമ്പ് തുറക്കാം. അപ്പോൾ ഇപ്പോൾ 5:30 കഴിയുമ്പോഴാണ് ഇവിടെ ബാങ്ക് കൊടുക്കണത്. എന്നിട്ടും നോക്കിക്കേണ്ട ഇരുട്ടൊന്നും ആയിട്ടില്ല. ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് സൂര്യനൊക്കെ അസ്തമിക്കണത് വൈകി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു 4-4:30 ആകുമ്പോഴത്തേനും ഇരുട്ടാവുമല്ലോ. ഇപ്പോൾ 5:30 ആയിട്ട് ഇരുട്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുക. ഇപ്പോൾ അതേ നമ്മൾ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. നിസ്കാരം ഓത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ മെയിൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ അതേ കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അടുപ്പിൽ കപ്പ ബിരിയാണി റെഡി ആവുന്നുണ്ട്. ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ബീഫ് കറി ഞാൻ ഒന്നും കൂടി ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നേരമായപ്പോൾ ചൂടൊക്കെ ആറി. ബീഫ് കറി എന്ന് പറയുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അതെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പത്തിരിയും ബീഫ് കറിയും കപ്പ ബിരിയാണിയും. കപ്പ ബിരിയാണിയുടെ മേളിൽ നോക്കിക്കണ്ടെങ്കിൽ ഞാൻ കുറച്ച് സവാളയും മുട്ടയൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ടൻ ചായയും തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി അമേരിക്കയിലെ നോമ്പിൻ്റെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.